മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചു. ദില്ലിയിലാണ് തുടക്കം. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആദ്യ യോഗം ചേർന്നു. മല്ലികാർജ്ജുന ഖാർഗെയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, കെ.സി. വേണുഗോപാലുമുണ്ട്. ചർച്ചയ്ക്ക് ശേഷം നിരീക്ഷകർ കേരളത്തിലേക്ക് വരും. എല്ലാ MLA-മാരുമായി സംസാരിക്കും. അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. എന്ന് വെച്ചാൽ ദിവസങ്ങൾ നീണ്ടുപോകും എന്നർത്ഥം. അതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നാട്ടിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രിയാകുമോ, മുഖ്യമന്ത്രിയായിട്ടായിരിക്കുമോ തിരിച്ചു വരിക എന്ന് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരി, അത് മാത്രമായിരുന്നു മറുപടി. കാണാം നമുക്ക് ആ ദൃശ്യങ്ങൾ. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങൾക്കും രമേശ് ചെന്നിത്തല ഇന്റർവ്യൂ നൽകുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് മുഖ്യമന്ത്രിയാകുമോ എന്നാണ്. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. ചില വാചകങ്ങൾ ഒരു ഉത്തരത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അതിലൊന്ന്, എന്തൊക്കെ ഘടകങ്ങളായിരിക്കും തീരുമാനിക്കുക, സീനിയോറിറ്റി ഒരു മാനദണ്ഡമായിരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് രമേശ് ചെന്നിത്തലയോട്. ചോദ്യത്തിലെ മുന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അതിന് കൃത്യം മറുപടി കൊടുത്ത് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ സജീവമായി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തുണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, ജനങ്ങളെ കാണുന്നു, ആളുകളോട് സംസാരിക്കുന്നു. അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുന്നു. മറ്റൊരു നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആൾ കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹം MLA പോലുമല്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയാൽ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് ബൈ ഇലക്ഷൻ വേണ്ടി വരും. അത് കോൺഗ്രസിന് അനുകൂലമാകുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോഴാണ് അറിയാനുള്ളത്. രാജിവെച്ചാൽ സ്വാഭാവികമായും ഒരു പ്രതിഷേധമുണ്ടാകും. അത് കഴിഞ്ഞ് കെ.സി. വേണുഗോപാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കണം. ഇതൊക്കെ കോൺഗ്രസിന് മുന്നിൽ തലവേദനകളാണ്. അതുകൊണ്ട് സാധ്യത കുറവാണ് എന്ന വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള അവസാന സാധ്യതയാണ് കെ.സി. വേണുഗോപാലിന്റെ മുന്നിൽ. ഇനിയിപ്പോൾ 5 വർഷത്തിന് ശേഷം ഇലക്ഷൻ നടക്കുമ്പോൾ LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ 10 വർഷം കാത്തിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ പറയുന്നത് അതോടുകൂടി വയസ്സാകും, പിന്നീട് അതിനൊന്നും കഴിയില്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയായെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് കെ.സി. വേണുഗോപാലിനൊപ്പമുള്ളവർ. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ 43 MLA-മാർ തന്നോടൊപ്പമുണ്ട് എന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തതായി കെ.സി. വേണുഗോപാലിനോട് ഒപ്പം നിൽക്കുന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വി.ഡി. സതീശൻ നാട്ടിലേക്ക് മടങ്ങുന്നു, കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല. ആരാകും മുഖ്യമന്ത്രി? ആർക്കാകും സാധ്യത? വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഹൈക്കമാൻഡ് എപ്പോൾ തരും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്.